നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കും. ചിലരുണ്ട്, ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ തുറന്ന പുസ്തകം പോലെയാണ്. മറ്റു ചിലരുണ്ട്, ഒരു കാര്യവും അവരെന്ത് ചെയ്യുന്നെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ചിലരുണ്ട്, അത്യാവശ്യം പറയേണ്ടത് പറഞ്ഞാൽ പോരെ എന്നുള്ള ചിന്താഗതിക്കാർ. പ്രധാനമായിട്ട് ഈ 3 ടൈപ്പ് ആൾക്കാരാണുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമുണ്ട്, വീട്ടുകാർക്കും ഭാര്യയ്ക്കും ഒന്നും അറിയില്ല, പക്ഷേ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം അറിയാം. അവർ പറഞ്ഞിട്ടായിരിക്കും വീട്ടുകാരും ഭാര്യയും ഒക്കെ അറിയുന്നത്. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഭാര്യമാരെ തന്നെ. ഇങ്ങനെ കാരണം ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം എന്തായാലും ഈ ലോകം അവസാനിക്കുന്നിടം വരെ ഉണ്ടാകും. എത്ര വലിയ ഈക്വൽ ആയിട്ടുള്ള ചിന്താഗതി വരണം എന്ന് വിചാരിച്ചാലും നീ എൻ്റെ ഭാര്യയല്ലേ, ഈ ചോദ്യം ഇപ്പോൾ നീ ഒരു പെണ്ണല്ലേ എന്നുള്ള ചോദ്യവും വരും. ആണുങ്ങൾക്ക് എങ്ങനെയാകും, പെണ്ണുങ്ങൾ വേണം എല്ലാം ശ്രദ്ധിക്കാൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന കുറച്ച് ഉപദേശങ്ങൾ അല്ലേ. അപ്പം നമ്മളും മനുഷ്യരാണ്, സ്ത്രീകളും മനുഷ്യരാണ്, ഈ പുരുഷന്മാരും മനുഷ്യരാണ്. പിന്നെ ഈ പുരുഷന്മാരെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ തന്നെ സ്ത്രീകളിലും ഉണ്ട്. സ്ത്രീകൾ പ്രധാനമായിട്ടും മിക്കവാറും പേര് നമ്മുടെ മനസ്സിലുള്ളത് ആ വിഷമങ്ങൾ പുറത്തേക്ക് പറയാൻ മടിയുള്ളവരാണ്. എന്തിനാ വെറുതെ ഏതായാലും ഇങ്ങനെയൊക്കെയായി മുന്നോട്ട് പോവുക, നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് ഇനി അതൊരു പ്രശ്നം ഉണ്ടാവണ്ട, ഇങ്ങനെ ചിന്തിക്കാനാണ് കൂടുതൽ തന്നെ. അതായത് പിന്നെ ഒരു ഭാഗമുണ്ട്, ഭർത്താവ് ഒരു സാധാ രീതിയിൽ ചിന്തിക്കും, നല്ലൊരു മനുഷ്യനായിരിക്കും, പക്ഷേ ഭാര്യയുടെ കൺസെപ്റ്റിലുള്ള ആളായിരിക്കണമെന്നില്ലത്. അപ്പോൾ അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഭാര്യമാർ ഭയങ്കര ആർഭാട ജീവിതം നയിക്കുന്നവരുണ്ട്. അവർ ഓരോ സമയത്തും ട്രെൻഡ്സിനനുസരിച്ച് ഡ്രസ്സുകളും ആഭരണങ്ങളും എല്ലാം വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ആളുകളും ചേരുന്നതാണ് നമ്മുടെ സമൂഹം. അതാണ് സമൂഹത്തിലെ വലിയൊരു പ്രശ്നമായിട്ട് പലപ്പോഴും വരും. അതായത് ഞാനൊന്ന് ചിന്തിക്കുന്നു, എനിക്ക് കിട്ടുന്നത് മറിച്ചും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സ് കിടന്ന് വളരെയധികം ബുദ്ധിമുട്ടും. ആ ബുദ്ധിമുട്ടുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സംഘർഷങ്ങൾ വീട്ടിലെ അന്തരീക്ഷം മാറ്റിമറിയും. അതിനിടയിൽ ഒരു കുഞ്ഞോ 1-2 കുഞ്ഞുങ്ങളും കൂടെ ആകുമ്പോൾ ആ സംഘർഷം ഒരയവില്ലാതെ ഇങ്ങനെ പോകും. അതിൻ്റെ ഇടയിൽപ്പെട്ട് ഈ കുട്ടികളും ഒരുപാട് വേദനിക്കും. പിന്നെ നമ്മുടെ വീട്ടുകാരും വേദനിക്കും. ഇപ്പോഴൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കും, എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ? നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് തീർത്തുകൂടെ പല പ്രശ്നങ്ങളും? ഇല്ല, അതൊന്നും പറ്റില്ല, എനിക്ക് ജന്മം അത് പറ്റില്ല എന്നൊക്കെ ഒരുപാടങ്ങ് ഉള്ളിൽ തറച്ചു പോയിട്ടുള്ള ഒരിക്കലും മുന്നോട്ട് പോവുകയും ചെയ്യരുത് ജീവിതത്തിൽ. കാരണം അത് ഒത്തിരി പേരെ, നിങ്ങൾ രണ്ടുപേരുടെ ഒരുപാട് പേരെ ബാധിക്കും. നല്ല രീതിയിൽ സമാധാനം പറഞ്ഞ് വഴിയിലേക്ക് പോകും. അതായിരിക്കും അങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്.